ഇത് ബ്രസീലിന്റെ അവസാനമോ? നെയ്മറോട് കൂടി ബ്രസീലിയൻ ഫുട്ബോൾ നശിക്കുന്നുവോ? നെയ്മറോട് കൂടി ബ്രസീലിയൻ ഫുട്ബോൾ ഇല്ലാതെയാകുന്നുവോ? ബ്രസീൽ ഇനി ഒരു കംബാക്ക് അടിക്കുമോ? ബ്രസീലിന്റെ ഫുട്ബോൾ ഭാവി ഇനി എന്താണ്? ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. എല്ലാവരുടെയും വലിയ ഒരു ആശങ്കയാണ് ബ്രസീലിന്റെ ഒരു അവസ്ഥ, അല്ലെ? അപ്പോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ള ഒരു വലിയ എന്താ പറയാ ചർച്ച തന്നെ നടക്കുന്നുണ്ട്. ഇനി ബ്രസീലിയൻ ഫുട്ബോളിന് എന്താണ് സംഭവിക്കുന്നത്? ബ്രസീൽ ഫുട്ബോൾ ഇനി തിരിച്ചു വരുമോ? പഴയ ആ ഒരു ബ്രസീലിനെ നമുക്ക് ഇനി കാണാൻ കഴിയുമോ എന്നൊക്കെയുള്ള കുറെ ആശങ്കകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിപ്പോ ഫുട്ബോൾ ലോകത്തെ മൊത്തം എടുത്ത് നോക്കിയാലും അത് തന്നെ, അല്ലെങ്കിൽ ബ്രസീൽ ഫാൻസിനെ എടുത്ത് നോക്കിയാലും അത് തന്നെ. അപ്പോ എനിക്ക് ഇതേ പറ്റിയിട്ട് പറയാനുള്ളത്, പുതിയതായി വന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 2030 വരെ കാർലോ അൻചലോട്ടി ബ്രസീലിന്റെ കോച്ചായി തുടരും എന്നുള്ളതാണ്. അപ്പൊ ഈ 2030 വരെ കാർലോ അൻചലോട്ടി തുടരുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ വെച്ചിരിക്കുന്ന ചില ഡിമാൻഡുകളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് 2028 കോപ്പ അമേരിക്ക നേടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് അടുത്ത വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ ടേബിൾ ടോപ്പേഴ്സ് ആയിട്ട് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് ഡിമാൻഡുകൾ അംഗീകരിച്ചിരിക്കുകയാണ് കാർലോ അൻചലോട്ടി എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം 2022 വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ ടീമിന് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നെയ്മർ ജൂനിയർക്ക് നിരന്തരമായി വന്നിട്ടുള്ള പരിക്കുകളാണ്. ഏകദേശം 3 വർഷത്തോളം ആള് ബ്രസീലിന്റെ ടീമിന് കളിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധി തന്നെ ആയിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിട്ട്. അപ്പോ വിത്തൗട്ട് നെയ്മർ ബ്രസീൽ ഈസ് നത്തിങ് എന്നുള്ള ഒരു രീതിയിലായിരുന്നു പിന്നീട് കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഇങ്ങോട്ട് ബ്രസീൽ വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം എല്ലാ വർഷവും ആദ്യം തന്നെ ക്വാളിഫൈ ചെയ്യുന്ന ബ്രസീലൊക്കെ ഒരുപാട് താമസിച്ചാണ് ക്വാളിഫൈ ചെയ്യുന്നത്. ഒരുപാട് ക്വാളിഫയർ മത്സരങ്ങൾ ഒരുപാട് പരാജയപ്പെടുന്നു, സമനിലകൾ വഴങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മാനേജർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം കാർലോയ്ക്ക് മുമ്പ് തന്നെ 2 മാനേജർമാർ വന്നു, അവരെ കൊണ്ടൊന്നും നടക്കാതെ അവർ ഇട്ടിട്ട് പോകുന്നത് വരെ നമ്മൾ കണ്ടു. അപ്പോ ബ്രസീലിന് കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് ആ ടീമിനെ റീസെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അടുത്ത 2026 വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പോലുമുള്ള ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. 2026 ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ വന്നപ്പോൾ പോലും നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ബ്രസീൽ ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമോ എന്ന് പോലും സംശയമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഗ്രൂപ്പിൽ മൊറോക്കോ ഉണ്ടായിരുന്നു. മൊറോക്കോയുമായിട്ടൊരു പരാജയം തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എന്തോ ഭാഗ്യത്താൽ മൊറോക്കോയോട് 1-1 എന്ന സമനില പിടിക്കുന്നു. പിന്നീട് ഹൈറ്റി ആയിട്ടാണ് അത് എന്തായാലും ജയിക്കും എന്ന് നമുക്ക് അറിയാം. പിന്നീട് സ്കോട്ട്ലൻഡ് ആയിട്ടായിരുന്നു. അപ്പൊ സ്കോട്ട്ലൻഡും അത്യാവശ്യം നല്ലൊരു ടീമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പണി കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ബ്രസീൽ പുറത്തേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ വേൾഡ് കപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നതുമായിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് ജപ്പാൻ തന്നെയായിരുന്നു. റൗണ്ട് ഓഫ് 32 ജപ്പാനുമായിട്ട് കളി വരുന്നു ബ്രസീലിന്. ഞാൻ അവിടെ രണ്ടും കൽപ്പിച്ചിരുന്നിട്ടാണ് കളി കണ്ടത്. ജപ്പാൻ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം തോൽവി ഉറപ്പിച്ച മട്ടിൽ തന്നെയായിരുന്നു. റൗണ്ട് ഓഫ് 32 തന്നെ ബ്രസീൽ പുറത്താകും എന്നുള്ളത് തന്നെയായിരുന്നു. നെയ്മർ ആണെങ്കിൽ പുറത്താണുള്ളത്, നെയ്മർക്ക് പരിക്കുണ്ട്, നെയ്മർക്ക് 90 മിനിറ്റ് കളിക്കാനുള്ള ശേഷി ഇല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാമായിരുന്നു. എന്തായാലും അവസാന നിമിഷം ബ്രസീൽ 2 ഗോൾ അടിച്ച് ജപ്പാനുമായിട്ട് ജയിക്കുന്നു. അപ്പൊ അത് ഞാൻ ഇപ്പോഴും പറയുന്നത് റൗണ്ട് ഓഫ് 32 പുറത്തേക്ക് പോകേണ്ടിയിരുന്ന ഒരു ടീമേ ആയിരുന്നില്ല ജപ്പാൻ എന്നുള്ളതാണ്. അപ്പോ പിന്നീട് അടുത്ത മത്സരം നോർവേയുമായിട്ട് കളിക്കുന്നു, 2-1 ബ്രസീൽ പരാജയപ്പെടുന്നു. സോ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ടായിരുന്നു. കാരണം ടീമിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് വിഷമമുണ്ടായിരുന്നു. പിന്നെ നെയ്മർ ജൂനിയർ എന്ന ആ ഒരു ലെജൻഡിന്റെ ഒരു എന്താ പറയാ അവസാന മത്സരമായിരിക്കും എന്നൊക്കെ ആയിരുന്നു ആ സമയത്ത് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളും പിന്നെ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ചേർന്നിട്ട് നെയ്മറെ വിരമിപ്പിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നു. അപ്പോ ഭയങ്കര അങ്ങനെയുള്ള സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോ വരുന്ന ഒരു അപ്ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബ്രസീലിന്റെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ടാഗ്ലൈനിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബ്രസീലിന്റെ അവസാനമോ അല്ലെങ്കിൽ ബ്രസീലിന് തിരിച്ചു വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ ഇത് ബ്രസീലാണ്, ഫുട്ബോൾ രാജാക്കന്മാരാണ്. അവർ എവിടെയും പോയില്ല, അവർ തിരിച്ചിങ്ങ് വരും, അവരുടെ ഒരു കംബാക്ക് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഫുട്ബോൾ ലോകം മുഴുവൻ വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ബ്രസീലാണോ? ഇത് ബ്രസീലാണ്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ കാർലോ അൻചലോട്ടി 2030 വരെ തുടരുകയാണെങ്കിൽ നമുക്കറിയാം കാർലോ അൻചലോട്ടിക്ക് അധികം സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത്. എനിക്കൊന്ന് ഏകദേശം 1 വർഷം പോലും കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ കണ്ടതിൽ വെച്ച് ഒരു നാഷണൽ ടീമിനെ നന്നായി സെറ്റ് ചെയ്തെടുത്ത ഒരു മനുഷ്യനാണ് ഈ സ്കലോണി എന്ന് പറയുന്ന മാനേജർ. അർജന്റീന എന്ന് പറയുന്ന ടീം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു 2019 2019 2021 അയാൾ ഒരു ട്രോഫി അടിക്കുന്നത്. അതായത് കോപ്പ അമേരിക്ക അർജന്റീന, അതായത് 28 വർഷത്തെ ട്രോഫി ദാഹം അവരവിടെ തീർക്കുകയായിരുന്നു. അപ്പോ പിന്നീട് അങ്ങോട്ട് സ്കലോണിയുടെ ഒരു മാജിക് ആണ് നമ്മൾ അർജന്റീനയുടെ ടീമിൽ കണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ സ്കലോണിക്ക് കിട്ടിയതുപോലെ തന്നെ കാർലോ അൻചലോട്ടിക്കും സമയം വേണം എന്നുള്ളത്. പിന്നെ നമുക്ക് ഒരു ഭാഗ്യപരീക്ഷണം എന്ന രീതിയിലുള്ള ഒരു മാനേജർ കൂടി അല്ലല്ലോ ഈ കാർലോ അൻചലോട്ടി എന്ന് പറയുന്നത്. ആള് ഓൾറെഡി ആളുടെ കഴിവ് തെളിയിച്ചതാണ്. ആള് പല തവണ പല രീതിയിൽ നമ്മൾ പുള്ളിയെ കണ്ടിട്ടുണ്ട്. അതിപ്പോ എസി മിലാനിലാണെങ്കിലും റയൽ മാഡ്രിഡിലാണെങ്കിലും ഒക്കെ
ആളുടെ വ്യക്തിമുദ്ര ഓൾറെഡി പതിപ്പിച്ച ഒരു മാനേജറാണ്. അപ്പം കാർലോ അഞ്ചലോട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു ജയന്റ് എന്താ പറയാ ഒരു സൂപ്പർ മാനേജറാണ്. ബ്രസീലിനെ സംബന്ധിച്ച് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു മാനേജറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ കേസ് കാർലോ അഞ്ചലോട്ടി ബ്രസീലിയൻ ഫുട്ബോളുമായിട്ട് കണക്ട് ആവണം. അതേപോലെ തന്നെ കാർലോ അഞ്ചലോട്ടി എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ഫുട്ബോൾ കളിപ്പിക്കുന്ന ഒരു മാനേജറാണ്. മോഡേൺ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ 2026 ഫുട്ബോൾ അല്ല പറയുന്നത്, ഒരു വിന്റേജ് മോഡേൺ ഫുട്ബോൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൾ ഇറ്റാലിയൻ ആണ്. അപ്പോ ഇത് രണ്ടും കൂടി സിങ്ക് ആവണം. അതേപോലെ തന്നെ ആൾക്ക് പ്ലേയേഴ്സിനെ ഒരുപാട് ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നാഷണൽ സ്ക്വാഡിലേക്ക് ബ്രസീലിന്റെ മാനേജർമാരെ സംബന്ധിച്ചിട്ട് ഭയങ്കര പാടേറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. കാരണം എവിടെ നോക്കിയാലും ടാലന്റുകളാണ്. ഇനിയിപ്പം കണ്ണു തുറന്ന് ഏത് ടീമിലേക്ക് നോക്കിയാൽ, ഇനിയിപ്പം ബ്രസീലിയൻ സീരിയയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും ഇതിന്റെ സൗദിയിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ കൂടെ മുഴുവൻ ടാലന്റുകളാണ്. അപ്പോ ഒരു ബ്രസീൽ മാനേജറെ സംബന്ധിച്ചിട്ട് സ്ക്വാഡ് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടേറിയ ഒരു കാര്യമാണ്. നമ്മൾ കണ്ടതാണ് ഇഗോർ തിയാഗോ, അതേപോലെ മാത്യൂസ് ക്യൂഞ്ഞ, എൻട്രിക്, ഇവര് 3 പേരും നിക്ക് ജാവോ പെഡ്രോനെ സ്ക്വാഡിലേക്ക് ഇടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ കാർലോ അഞ്ചലോട്ടിക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോ ഭയങ്കര പാടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ ആള് വന്ന് പ്ലേയേഴ്സിനെ ഒബ്സർവ് ചെയ്ത് ഗെയിം പ്ലാനിന് ആവശ്യമായിട്ടുള്ള പ്ലേയേഴ്സിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരിക, ടീമിനെ സെറ്റ് ചെയ്തെടുക്കുക, പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റിയെ ഹാൻഡിൽ ചെയ്യുക, പ്ലേയേഴ്സിനെ കൂടുതൽ സൂപ്പർ പ്ലേയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ഉള്ളത്. അപ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാർ ആണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉള്ള സ്ഥലം കൂടിയാണ്. അവന്മാരെയൊക്കെ വരച്ച വരയിൽ നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി കാർലോ അഞ്ചലോട്ടിക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെയ്മർ ജൂനിയർ എന്ന സൂപ്പർ പ്ലെയറിന്റെ, അവരുടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു കാര്യം കൂടിയുണ്ട്. നെയ്മറും 2030 വരെ തുടരുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സോ നെയ്മർ ജൂനിയർ അത് നെയ്മർ ഫാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് നെയ്മർ തുടരണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ നോക്കി കാണുമ്പോൾ നെയ്മർക്കാണെങ്കിൽ 28 കോപ്പ, അതേപോലെ നെക്സ്റ്റ് വേൾഡ് കപ്പ് 30 വേൾഡ് കപ്പ്, അതേപോലെ 32 കോപ്പ അമേരിക്ക, ഇത്രയും കളിക്കാനുള്ള ഒരു പ്രായമേ നെയ്മർക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നെയ്മർ എപ്പോഴും ഗ്രൗണ്ടിൽ ഉണ്ടാവണം, നെയ്മറുടെ കളി കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള ഭയങ്കര വലിയൊരു ആരാധകനാണ് ഞാൻ. ഒരു ആരാധകനെ സംബന്ധിച്ചിട്ട് നെയ്മർ ഉണ്ടാവണം എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഫാക്ട് നോക്കുകയാണെങ്കിൽ നെയ്മർക്ക് വിരമിക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെറ്റർ സമയമായിരുന്നു ഈ വേൾഡ് കപ്പ് എന്നുള്ളതാണ്. കാരണം ആൾക്ക് വിരമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും കൊടുത്ത ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. വൺ ലാസ്റ്റ് ഡാൻസ്, നെയ്മർ വിരമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പലരും ഇപ്പൊ അർജന്റീന ഫാൻസ് ആണെങ്കിൽ കൂടെ പോലും അവര് പോലും വിഷമിച്ചു പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോ ആളെ സംബന്ധിച്ചിട്ട് ഇനിയും പഴയ പോലെ കളിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ സംശയാസ്പദമായ ഒരു കാര്യം തന്നെയാണ്. ആൾക്ക് പഴയ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുമോ? സോ ഞാൻ സാന്റോസിന്റെ കളികളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആള് പെർഫോം ചെയ്യുന്നുണ്ട്, ആള് നന്നായി കളിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ സാന്റോസിനെ റെലഗേഷനിൽ നിന്ന് പൊക്കിയെടുത്ത് കരക്കിട്ടൊക്കെ നെയ്മറാണ്. സാന്റോസിനെ പുള്ളി ക്യാരി ചെയ്താണ് കളിച്ചത്. പക്ഷെ എന്നാലും നെയ്മറുടെ ശരീരം നെയ്മറെ കളിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഫാക്ട് അവിടെ കിടപ്പുണ്ട്. ആൾക്ക് എപ്പോ പരിക്ക് പറ്റും. അപ്പം നെയ്മറെ വെച്ചുകൊണ്ട് ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കാം എന്നുള്ളത് കാർലോ അഞ്ചലോട്ടി എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. കാരണം നെയ്മറുടെ കാര്യത്തിൽ നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, എപ്പോ പരിക്ക് പറ്റും എന്നുള്ളൊരു ഗ്യാരണ്ടി ഇല്ലാത്തത് കൊണ്ട് നെയ്മറെ വെച്ച് ഒരു പ്ലാൻ നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സ്കലോണി പോലും കഴിഞ്ഞ വേൾഡ് കപ്പ് 26 വേൾഡ് കപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്നത്, ഒന്ന് ഫിസിക്കലി ഗെയിം കളിക്കുക, രണ്ടെന്ന് പറയുന്നത് ഒപ്പോണൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ ഹരാസ് ചെയ്ത് ഫുട്ബോൾ കളിക്കുക, അവരെ പ്രവോക്ക് ചെയ്യുക, പ്രകോപിതരാക്കുക, ഇങ്ങനെയുള്ളൊരു സംഗതിയായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മെസ്സിയിലേക്ക് ബോൾ എത്തിക്കുക. അപ്പൊ മെസ്സിയെ വെച്ച് ആള് പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ നെയ്മറെ വെച്ച് പ്ലാൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം നെയ്മറുടെ പരിക്കിന്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പൊ നെയ്മർ ഇറങ്ങിയാൽ പെർഫോം ചെയ്യും. നമുക്കറിയാം ഇപ്പോ വേൾഡ് കപ്പിൽ കളിച്ച പല പ്ലേയേഴ്സും പല രീതിയിൽ ചാൻസ് ക്രിയേഷൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നെയ്മർ വന്ന് കളിച്ചിരിക്കുന്ന 50 മിനിറ്റ് പോലും തികച്ച് കളിച്ചിട്ടില്ല. പക്ഷെ നെയ്മർ അവർക്കൊപ്പം ചാൻസ് ക്രിയേഷൻസും കാര്യങ്ങളും കോൺട്രിബ്യൂഷൻസും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കും. അപ്പോൾ നെയ്മർ പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നെയ്മർക്ക് ഫോം ഔട്ട് എന്നൊരു പരിപാടിയൊന്നും ഇല്ല. നെയ്മർ എപ്പോ വന്നാലും കളിക്കും. സോ നെയ്മറുടെ കളി സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. നെയ്മർ കളിക്കും, പക്ഷെ നെയ്മറുടെ എത്ര നേരം കളിക്കും അല്ലെങ്കിൽ എന്നുള്ള ഗ്യാരണ്ടിയിലാണ് പ്രശ്നമുള്ളത്. സോ അത് ഇപ്പോ കാർലോ അഞ്ചലോട്ടി എന്ന് പറയുന്ന മാനേജർ നെയ്മറെ എത്രത്തോളം ഇനി ടീമിലേക്ക് പരിഗണിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ്. നെയ്മർ വിരമിച്ചിരുന്നു എങ്കിൽ കാർലോയ്ക്ക് അത്രയും പ്രഷർ ഉണ്ടാവില്ല. കാർലോയ്ക്ക് നെയ്മർ ഇല്ലല്ലോ. പക്ഷെ നെയ്മർ നിൽക്കുന്നിടത്തോളം കാലം നെയ്മറെ ടീമിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷറുകൾ പല സൈഡിൽ നിന്ന് കാർലോ അഞ്ചലോട്ടിക്ക് വരാൻ വളരെ സാധ്യതകൾ വളരെ കൂടുതലാണ്. ആൾക്കാണെങ്കിൽ നെയ്മറെ വെച്ചിട്ട് പ്ലാൻ ചെയ്യാനുള്ള അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവണം എന്നുമില്ല. അപ്പോ ഇതൊക്കെയാണ് ഫാക്ട്. അപ്പോ പിന്നെ ഞാൻ വിത്തൗട്ട് നെയ്മർ നോക്കിയാൽ പോലും നമ്മൾ വിത്തൗട്ട് നെയ്മർ ബ്രസീൽ പല കളികളും വിജയിക്കുന്നത് നമ്മൾ കണ്ടു ഈ വേൾഡ് കപ്പിൽ. ഇപ്പോ ജപ്പാനായിട്ടുള്ള മത്സരത്തിൽ പോലും വിത്തൗട്ട് നെയ്മറാണ് അവർ കളി ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്കറിയാം ബ്രസീലിന് ടാലന്റുകളുണ്ട്. അപ്പോ പുതിയ പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കുന്നതിലും പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതിലും ബ്രസീലിനെ വെച്ചിട്ട് പുതിയൊരു പരിപാടി ചെയ്യുന്നതിലും ഒക്കെ കാർലോ അഞ്ചലോട്ടിക്ക് കഴിയും. കാരണം അവിടെ ടാലന്റുകളുണ്ട്, പ്ലേയേഴ്സിന് ക്ഷാമമില്ല. ഇപ്പൊ സാന്റോസിലൊക്കെ ആണെങ്കിലും ഒരുപാട് പ്ലേയേഴ്സ് വളർന്നു വരുന്നുണ്ട്. നമ്മൾ അവരുടെ സാന്റോസിൽ നിന്ന് മാത്രമല്ല ബ്രസീലിയൻ ഫുട്ബോളിലെ ഓരോ അക്കാഡമീസിലും ഒരുപാട് പിള്ളേര് വളർന്നു വരുന്നുണ്ട്. അപ്പോ ടാലന്റുകൾ ഒരുപാടാണ്. അപ്പോ എന്തായാലും 2028 കോപ്പ അമേരിക്ക
അതാണ് ഇപ്പോ കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരുപാട് പ്ലേയേഴ്സ് ഒരുപക്ഷെ പടിയിറങ്ങാൻ വളരെയധികം സാധ്യതയുള്ള ഒരു സമയത്തുകൂടിയാണ് ബ്രസീൽ കടന്നു പോകുന്നത്. അപ്പോ പുതിയ താരങ്ങളെ ഉപയോഗിച്ച് കളിക്കുന്നതിലൊക്കെ, അല്ലെങ്കിൽ പുതിയ പുതിയ നല്ല താരങ്ങളെ ഉപയോഗിച്ച് കളിക്കുന്നതിലൊക്കെ കാർലോ ആഞ്ചലോട്ടി വളരെ മികച്ച ഒരു മാനേജർ തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോ എന്തായാലും ബ്രസീലിന്റെ കംബാക്ക് 28-ൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ്, 2028-ൽ തന്നെ ഉണ്ടാകും. കോപ്പ അമേരിക്ക ചൂടിക്കൊണ്ട് അവരുടെ കംബാക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ബ്രസീലിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ഫ്യൂച്ചർ എന്താണ്, ഫ്യൂച്ചർ എന്താകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 2010 ശേഷം അവരുടെ ഒരു ലെജൻഡറി ഒക്കെ ആയിട്ടുള്ള പല പ്ലേയേഴ്സും വിരമിച്ച് പോയതിനു ശേഷം എന്താണ് ബ്രസീൽ, എന്ത് ചെയ്യും ബ്രസീൽ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എത്ര താരങ്ങളാണ് ഉദിച്ചു വന്നത്. നെയ്മറെ പോലെ, കുട്ടീനിയോയെ പോലെ, ഓസ്കാറിനെ പോലെ, ഹൾക്കിനെ പോലെ, മാസലോ, അങ്ങനെ വേണ്ട എത്ര 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 പ്ലേയേഴ്സ് ആണ് വന്നത് എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അതേപോലെ പുതിയ പ്ലേയേഴ്സ് ബ്രസീലിന് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് അവരെ സംബന്ധിച്ച്. അത്രയേറെ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അപ്പോ ഇപ്പൊ നമ്മള് പറയുന്നുണ്ട് സ്പെയിൻ ഒരു വലിയ ടീമായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്പെയിനാണ് ഇപ്പോഴത്തെ രാജാക്കന്മാർ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അർജന്റീനയെ പിടിച്ചു കിട്ടിയ സ്പെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ വേൾഡ് കപ്പിന്റെ ഫൈനല് കണ്ടുകൊണ്ടിരുന്നപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതേപോലെ ഇതിനേക്കാളും മികച്ച ഒരു സ്കോർ ഉണ്ടായിരുന്നു സ്പെയിനിന്. അവരെല്ലാരും കൂടി ആ ഗ്യാലറിയിൽ ഇട്ടുണ്ടായിരുന്നു. പറയുന്ന ആരെയൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോ സെർജിയോ റാമോസും പീക്കയും അതേപോലെ ദാവിയും ഇനിയസ്റ്റയും ഗസലാസും ഒക്കെ അടങ്ങുന്ന ആ ഒരു നിര, അതായത് 2008-ലെ യൂറോ ചാമ്പ്യൻസ് ആയിരുന്നു, 2010 വേൾഡ് കപ്പ് അടിച്ച് ലോക ചാമ്പ്യന്മാരായി, 2012 അവർ വീണ്ടും യൂറോ കപ്പ് അടിക്കുന്നത്. അതായത് ഒരു റോയിൽ 2 യൂറോ കപ്പ്, ഒരു വേൾഡ് കപ്പ് അടിച്ച് ഇങ്ങനെ തെറിച്ച് നിൽക്കുകയാണ് സ്പെയിൻ. ഇങ്ങനെ ആ സ്പെയിനിനെ 2013 ആ സ്പെയിനിനെ ബ്രസീല് കോൺഫെഡറേഷനില് നെയ്മർ എടുത്ത് അലക്കിയ ഒരു അലക്കുണ്ട് സ്പെയിനിനെ. ഒരു ഇറ എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം സ്പെയിനിന്റെ. ആ മത്സരം നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോ ബ്രസീലിന് അങ്ങനെ വലിയ ടീമൊന്നോ ചെറിയ ടീമൊന്നോ ഒന്നുമില്ല. അവരൊരു കംബാക്ക് നടത്തുകയാണെങ്കിൽ അത് ആർക്കും താങ്ങാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ കാർലോ ആഞ്ചലോട്ടിയെ പോലെ ഒരു മാനേജർ കൂടി വന്നിങ്ങനെ നിൽക്കുമ്പോൾ ബ്രസീലിന്റെ കംബാക്ക് എന്തായാലും ഉടനെ ഉണ്ടാവും. എല്ലാവരും ആ ഒരു കംബാക്കിനെ ഭയന്ന് തന്നെ ഇരുന്നോളുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സോ എന്തായാലും നമുക്ക് ബ്രസീലിന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.